ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബിഗോണിയ സ്പെഷ്യൽ വീഡിയോയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ബിഗോണിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി. കാരണം നമുക്ക് മാർക്കറ്റിൽ ബിഗോണിയക്കൊക്കെ നല്ല വിലയാണ്. ഇപ്പം നമ്മൾ ഇത്രയും ഫുൾ പോട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി. ഇപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. 5 വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്ലാൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. ഇതെല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാക്കിങ്ങും എല്ലാം വരുമ്പോഴത്തേക്ക്. ഇതൊക്കെയാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണല്ലോ. പിന്നെ വേറെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബിഗോണിയ പ്ലാന്റ്സ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചൊക്കെ നടാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബിഗോണിയ പ്ലാന്റ്സ് നടുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ് അത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊക്കോപീറ്റും കൊക്കോ ചിപ്സ് ഒക്കെ എടുക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ എല്ലാവർക്കും അതൊന്നും പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിന് കാണിച്ച അഗ്ലോണിമയ്ക്ക് കാണിച്ച പോട്ടി മിക്സ് ഉണ്ടല്ലോ, മണ്ണും മണലും പിന്നെ ചെറിയ കൊക്കോ ചിപ്സും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പെർലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നടുന്ന ആ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ, അതിൽ നട്ടാൽ മതിയാവുമായിരിക്കും കേട്ടോ. ഈ ദിവസങ്ങളിൽ തന്നെ ഈ ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നതാണ്. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ബിഗോണിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണേ. ഇങ്ങനെയുള്ള വെറൈറ്റിയാണ്. ബിഗോണിയ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇലയൊക്കെ ചിലപ്പോൾ പൊട്ടാനും ഈ ഇതൊക്കെ ഒടിയാനും ചിലപ്പോൾ ഇതൊക്കെ ഓരോ ഇലകളൊക്കെ ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ലീഫ് പ്രൊപ്പഗേഷനെ കുറിച്ച്. ലീഫ് പ്രൊപ്പഗേഷൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല, നാക്കൊളുക്കുന്നു, പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം അതനുസരിച്ചൊക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. പിന്നെ ഈ ചിലതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒടിയാനൊക്കെ സാധ്യതയുണ്ട്, ചെറിയ സ്റ്റെമ്മുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് വെച്ചാൽ മതി. ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇത് എല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വൈസ് ആണ് കേട്ടോ കാണിച്ചു പോണത്. ഇത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കണേ. ഇതൊരു എന്താ പറയുക, ഒരു പിങ്കും ഗ്രീനും ഒരു ആഷും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. കളറിൻ്റെ കാര്യത്തിൽ എല്ലാ പ്ലാന്റ്സിനും ഒരേ കളർ തന്നെ ആയിരിക്കുമല്ലോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2-3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരേ വെറൈറ്റി തന്നെ. അപ്പോൾ അതനുസരിച്ച് ചെറിയ വേരിയേഷനൊക്കെ കളറിൻ്റെ കാര്യത്തിലുണ്ടാവും. ഇത്രയും തന്നെ ചിലപ്പോൾ കളർ കാണുന്നില്ല. ഞാനിത് കാണിച്ചു പോകാട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത്. ഇതെല്ലാം നമ്പർ 1 എന്നുള്ള പറയുന്ന ആ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചിലതിൽ കളർ കൂടുതലുണ്ട്. ഇതിന് നല്ല കളറാണ് വന്നേക്കുന്നത്, ഇതിന് കുറച്ച് കളർ കുറവാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്പർ 1. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം കാറ്റലോഗിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ. നമ്പർ 2 ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേൺ നല്ല ചുരുക്കമായിട്ട് നല്ല ഭംഗിയായിട്ട്, ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സുകളാണ്. ഇങ്ങനെ ചുരുക്കൊക്കെ ആയിട്ട് ഫ്രില്ല് പോലെയൊക്കെ വരുന്നത്. നല്ല ഒത്തിരി കളറുകളൊക്കെ ഉണ്ട്. കളറ് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കളറ് ചിലതിലൊക്കെ നല്ലോണം കളറ് കയറി വന്നിട്ട് ഇത് കണ്ടോ. ഇത് നമ്പർ 2 ആണേ. ഞാൻ അതിൽ കുറച്ച് പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ നല്ലോണം കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത്. ഇനി നമ്പർ 3 കാണിക്കാമേ. നമ്പർ 3 ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു ചുരുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരുങ്ങി കയറി വന്നേക്കുന്ന ഒരു സിൽവർ ഫിനിഷുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു സിൽവറും പിന്നെ ഒരു വെൽവെറ്റ് ഫിനിഷാണ്. സിൽവറും പിന്നെ ഒരു ചെറിയൊരു മജന്തയുടെ ഷെയ്ഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പുറത്തേക്ക് കുറച്ചൊക്കെ തള്ളിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പാക്ക് ചെയ്താലും ചിലപ്പോൾ അവിടെ വെച്ച് ചിലപ്പോൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള സ്റ്റെമ്മാണല്ലോ, അത് വേഗം തന്നെ എടുത്ത് നട്ടാൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മഴയത്താണ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. എല്ലാവരും വന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ മണ്ണ് കാണിച്ച് പോട്ടി മിക്സിൽ വെച്ചിട്ട് ഷെയ്ഡിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. കുറച്ച് ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ചില ഡിഫറൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതൽ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകളൊക്കെ വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ. ഇത് 3 ആണ് നമ്പർ വരുന്നത്. ഇതിൻ്റെ സാമ്യമുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇതിൽ. ഈ ഷെയ്ഡിൽ ഇതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേൽ വന്നിട്ടുള്ളൂ കേട്ടോ. ഇത് 4 നമ്പർ 4 ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെയാണ്, ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്.
അതിൽ ഇതിൻ്റെ ചിലതിലൊക്കെ ഞാൻ കളർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണേ. ഇങ്ങനെ കണ്ടോ, ഇതിലൊരു ബ്ലാക്ക് കൂടുതലാണ് കയറി വന്നേക്കുന്നത്. പക്ഷേ സെയിം പ്ലാന്റ് തന്നെയാണ്. ഇത് കണ്ടോ, ഇതും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ടോ? ഇങ്ങനെ അങ്ങനെ ചിലതിൽ കളറൊക്കെ കയറിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇതൊക്കെ നല്ല മൂത്ത സ്റ്റമ്മായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തത്. ഇതാണെന്ന് തോന്നുന്നു ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കയറി വന്നേക്കുന്നത് കേട്ടോ. എന്നാൽ ബാക്കി എല്ലാത്തിലും ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. നമ്പർ 4 ആണ് ഇത്. നമ്പർ 5 കാണിക്കട്ടെ. ഇതാണ് നമ്പർ 5 വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു എന്താ കളറൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ നടാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. ബാക്കി അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ പ്ലാന്റുകളാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബിഗോണിയ പ്ലാന്റ്സ്. 5 വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഇഷ്ടമുള്ള പ്ലാന്റ്സുകളൊക്കെ വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ഈ ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ അയക്കാം. പിന്നെ ഈ എന്താ പറയാൻ വന്നേ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോട്ടി മിക്സ് എടുക്കാട്ടെ. ഞാൻ പ്രത്യേകം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതോടുകൂടി കുറേ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള തരത്തിൽ പോട്ടി മിക്സ് എടുക്കാം. മഴയത്ത് വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ സേഫ് ആയിട്ടുള്ള രീതി, നിങ്ങളുടെ ഏതാ സേഫ് ആയിട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതി. പിന്നെ പ്രൊഫഷണൽ DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. ഇനി താല്പര്യം കൂടുതൽ സ്പീഡ് പോസ്റ്റാണ് താല്പര്യം എന്നുള്ളവർക്ക് പോസ്റ്റലും കൂടി നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. ഇങ്ങനെ പതുക്കെ മാറ്റിയിട്ടേ ഇങ്ങനെ മാറ്റിയിട്ട് നന്നായിട്ട് വേരുകളൊക്കെ വന്നേക്കണം പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. പതുക്കെ മാറ്റിയിട്ട് ഒട്ടും തന്നെ ഷേക്ക് ആവാത്ത രീതിയിൽ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ അയക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല സേഫ് ആയിട്ട് തന്നെ നമ്മൾ പോസ്റ്റലിലൊക്കെ അയച്ചത് കിട്ടിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാറ്റലോഗിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. ബൈ.